വാസ് ഇറ്റ് വർത്ത് ദ പ്രൈസ്? ഈ ഏഗോണിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഏമണ്ട് ആഗ്രഹിച്ചിരുന്നതാണ്. ഏമണ്ടിന്റെ വിചാരത്തിൽ ഏഗോണിനേക്കാളും ടാലന്റഡ് ആയ, ഏഗോണിനേക്കാളും വലിയ ഡ്രാഗൺ ഉള്ള ആള് ഏമണ്ട് ആണ്. പിന്നെ ഹെലേനെ ആണെങ്കിൽ ഏഗോണിന് കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഏമണ്ട് പറഞ്ഞത്, അമ്മ എന്നോടത്താ പറഞ്ഞതെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് ചെയ്തേനെ എന്റെ ഡ്യൂട്ടി, ഹെലേനെ ഞാൻ കല്യാണം കഴിച്ചേനെ. വാസ് ഇറ്റ് വർത്ത് ദ പ്രൈസ് എന്നുള്ളതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മേ ബി ഹെലേന ഏമണ്ട് ചെയ്ത കാര്യങ്ങൾ ഓൾറെഡി ആളുടെ ഡ്രാഗൺ ഡ്രീംസിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഏമണ്ടിന്റെ കാര്യം പറയാനാണെങ്കിൽ, ഏമണ്ട് എന്നുള്ള ആള് ഡേമണ്ടിന്റെ പല ആക്ഷൻസും വളരെയധികം ഐഡലൈസ് ചെയ്യുന്ന ഒരാളാണ്. ഡേമൺ ചെയ്യുന്ന അതുപോലത്തെ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഏമണ്ടും ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഇന്നവേ വളരെ റൂത്ത്ലെസ് ആണ്, ഇന്നവേ വളരെ സിമിലർ ആയ രണ്ടാൾക്കാരാണ്. ഡേമൺ കോർലിസിന്റെ ബ്രദറിനെയൊക്കെ വെട്ടുമ്പോൾ ഏമണ്ട് ഇങ്ങനെ അങ്ങനെയാണ് നിൽക്കുന്നത്. ഡേമന്റെ പല ആക്ഷൻസും ഏമണ്ടിന് ഹീറോയിസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ലുസേറിസിനെ ഒരു അബദ്ധത്തിൽ കൊന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മേലിസിനെയും റീനീസിനെയും കൊല്ലുമ്പോഴൊക്കെ ഇന്റൻഷനിൽ ഒരു കിൻസ്ലെയർ ആവുന്നതും ഓക്കെയാണ്. അതായത് ഏമണ്ടിന്റെ ബോർഡേഴ്സ് ഒന്നൊന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും റൂത്ത്ലെസ് ആവാനാണ് ഏമണ്ട് പോകുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്.